മാത്രമാണ് UDF സ്ഥാനാർത്ഥിക്ക് ഉള്ളത്. എങ്കിലും UDFന്റെ മുന്നേറ്റം അവിടെ ദൃശ്യമാണ്. 15,816 വോട്ടുകൾക്ക് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനെ മറികടന്നുകൊണ്ട് പാലക്കാട് ശ്രീകണ്ഠൻ വലിയ അർത്ഥത്തിൽ മുന്നേറ്റം നേടിയിരിക്കുകയാണ്. പാലക്കാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. മണി, എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ വോട്ടെണ്ണലിന്റെ പുതിയ ചിത്രം? ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. നമുക്ക് ആദ്യ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. നമുക്ക് ആദ്യ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ പാലക്കാട് LDF സ്ഥാനാർത്ഥിയായ വിജയരാഘവനായിരുന്നു ലീഡ് നിന്നിരുന്നത്. എന്നാൽ പിന്നീട് 2 റൗണ്ടുകൾ പിന്നിട്ടപ്പോൾ തന്നെ VK ശ്രീകണ്ഠൻ, നിലവിൽ MP ആയിരുന്ന UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ലീഡിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ 15,000-ലധികം വോട്ടുകൾ ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ VK ശ്രീകണ്ഠൻ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. നമുക്കറിയാം CPM ശക്തമായ രീതിയിൽ തന്നെ ഇത് മത്സരം കാഴ്ചവെച്ച ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. CPM-ൽ നിന്നും LDF-ൽ നിന്നും കൈവിട്ടു പോയ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി CPM പോളിറ്റ് ബ്യൂറോ അംഗത്തെ പാലക്കാട് കളത്തിലിറക്കുന്നു. ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാലക്കാട് മാറുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അതായത് VK ശ്രീകണ്ഠൻ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയരാഘവൻ പ്രചരണത്തിന് ഇറങ്ങുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് പറയപ്പെടുന്ന ഒന്നാണ് പാലക്കാട്. നമുക്ക് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മണ്ഡലം. ഇത്തരത്തിൽ 3-ാം സ്ഥാനത്തേക്ക് C കൃഷ്ണകുമാർ എന്ന വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. 15,113 വോട്ടുകൾക്കാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ 15,830 വോട്ടുകൾക്കാണ് ശ്രീകണ്ഠൻ വിജയരാഘവനെ മറികടന്ന്